ശിരൂരിൽ നിന്ന് പ്രതീക്ഷയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൺതിട്ടയിൽ ലോറിയുണ്ടെന്ന നിഗമനത്തിൽ ഡ്രഡ്ജർ കമ്പനി പരിശോധന ഊർജിതമാക്കി. നിലവിൽ ഒരു വാഹനത്തിന്റെ റേഡിയേറ്റർ ഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിന്റെ എഞ്ചിനും കണ്ടെത്തിയിരുന്നു. പക്ഷേ എന്തായാലും ആ എഞ്ചിൻ അത് അർജുന്റെ ലോറിയുടെ എഞ്ചിൻ അല്ല എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നുണ്ട്. ബിജു പങ്കജും സാരംഗ് സുരേഷുമാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ബിജു, വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു ആ എഞ്ചിൻ ഉയർത്തിയപ്പോൾ, പക്ഷേ അത് ഭാരത് ബെൻസിന്റെ എഞ്ചിൻ അല്ല എന്ന് മനാഫ് പറയുകയാണ്, ഉറപ്പിക്കുകയാണ്. ആര്യ, നമുക്ക് പ്രതീക്ഷ കൈവേടിയുണ്ട്. കാരണം 2 ലോറികളാണ് ഈ മണ്ണിടിച്ചിൽ കാണാതെ പോയതിൽ. ഒരു ലോറിയുടെ എഞ്ചിൻ കിട്ടിക്കഴിഞ്ഞു. അത് ഗ്യാസ് ടാങ്കറിന്റേതാണെന്ന് ഏകദേശ ധാരണയിലെത്തിയിട്ടുണ്ട്. രാവിലെ 8 മണി മുതൽ ഈ ഡ്രഡ്ജർ കമ്പനി കൊണ്ടുവന്ന ഗുജറാത്തിലെ മുങ്ങൽ വിദഗ്ധൻ, അദ്ദേഹം ആണ് ഇതിലൊരു നിർണായക വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാവിലെ ഈ പ്രദേശത്ത് 8 മണി മുതൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗമുണ്ടെന്ന് കണ്ടെത്തി. അതിനെ തുടർന്ന് അത് പൊക്കാൻ JCB ഉപയോഗിച്ച് പൊക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ എഞ്ചിൻ ഓയിൽ ഈ പുഴയിൽ പടരുകയും ചെയ്തു. അങ്ങനെ അത് എഞ്ചിൻ പാർട്ടാണെന്ന് തന്നെ സ്ഥിരീകരിച്ച് അങ്ങനെ JCB ഉപയോഗിച്ച് പൊക്കിയെടുത്ത് അതിപ്പോ ഡ്രഡ്ജറിൽ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ കണ്ടെത്താനുള്ള അർജുന്റെ ലോറിയുടെ ഭാഗങ്ങൾ മാത്രമാണ് കണ്ടെത്താനുള്ളത്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ഈ നേവി ഇവിടെ ലോറിയുടെ അംശമുണ്ട് എന്ന് കണ്ടെത്തിയ ആ പ്രദേശത്ത് ഇതുവരെ കാര്യമായ ഒരു പരിശോധന നടന്നിട്ടില്ല. അവിടെ ആഴം കൂടുതലാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഡ്രഡ്ജറിൽ ഇതിന്റെ JCB വെച്ച് മണ്ണ് കോരുമ്പോൾ 5 മീറ്റർ മാത്രമാണ് ഇത് താഴേക്ക് പോകുന്നത്. അപ്പോ അവിടെ ഏതാണ്ട് 15 അടി വെള്ളമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഡ്രഡ്ജർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി പരിശോധിക്കണമെങ്കിൽ വെള്ളം വേലി ഇറക്കം വന്നാൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആ ഭാഗത്ത് ഇപ്പോ വേലി ഇറക്കമായതുകൊണ്ട് അവിടെ മുങ്ങൽ വിദഗ്ധർക്ക് അങ്ങോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. അത് വേലിയേറ്റം വന്നാൽ മാത്രമേ വിസിബിലിറ്റി ഉണ്ടാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മനാഫ് തന്നെ ഉന്നയിക്കുന്ന ഒരു കാര്യവും അതുപോലെ അർജുന്റെ ബന്ധുക്കളും ഉന്നയിക്കുന്ന കാര്യം, ഈ പ്രദേശത്ത് ആണ് നേരത്തെ അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറുകൾ കണ്ടത്. ആ പ്രദേശത്ത് 2 വലിയ പാറകൾ വീണിട്ടുണ്ട്. അതിനടിയിൽ അർജുന്റെ ലോറി ഉണ്ടാകുമെന്നാണ് ലോറിയുടെ മനാഫ് പറയുന്നത്. ആ പ്രദേശത്ത് പരിശോധന നടത്തണമെന്നാണ് മനാഫിന്റെ ആവശ്യം. എന്നാൽ ഇതുവരെ ഈ ഡ്രഡ്ജർ കമ്പനിക്ക് ഡ്രഡ്ജറുമായി അങ്ങോട്ടേക്ക് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഉച്ച കഴിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ഈ ഡ്രഡ്ജറുമായി അങ്ങോട്ട് പോകാൻ പറ്റും. ഇനിയിപ്പം ഒരു മുങ്ങൽ വിദഗ്ധന് ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം മാത്രമാണ് അങ്ങോട്ടേക്ക് വരിക. ഇനി ആ ഭാഗത്ത് മുങ്ങൽ പരിശോധന രാവിലെ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തന്നെയല്ല, വിസിബിലിറ്റി, അതായത് കാഴ്ച കുറവ് ഉള്ള ഒരു പ്രദേശമാണ് എന്ന് പറയുന്നു. അതുകൊണ്ട് എന്തായാലും വലിയ പാറകളുണ്ടെങ്കിൽ ആ പാറകൾ മാറ്റുക എന്നുള്ളതാണ് ലോറിയുടെ മനാഫിന്റെ ആവശ്യം. അതിനടിയിൽ ലോറി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അത് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് എത്രമാത്രം കഴിയും എന്നുള്ളതൊരു പ്രശ്നമാണ്. എന്തായാലും ഇപ്പൊ ആദ്യത്തെ എഞ്ചിൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി അവര് ഒരു ബ്രേക്കാണ്. അതിനുശേഷം എന്താണ് ഇവരുടെ ഒരു ആക്ഷൻ പ്ലാൻ എന്ന കാര്യം അവര് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ആര്യ, ശരി, ബിജു ആണ് വിവരങ്ങൾ നൽകിയത്. സാരംഗിലേക്ക് കൂടി, സാരംഗ് നിൽക്കുന്ന ഭാഗത്താണ് ഈശ്വർ മാൽപ്പയും സംഘവും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാരംഗ്, നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ആഴത്തിലിറങ്ങി പരിശോധിച്ചപ്പോൾ ചില മരകഷ്ണങ്ങളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ മനാഫ് അത് തന്റേതാണെന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അത് അക്വേഷ്യ മരങ്ങളാണോ, അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന മരങ്ങളുടേതാണെന്നാണോ മനാഫ് പറയുന്നത്? സാരംഗ്, അതെ ആര്യ, ഇവിടെ നിന്ന് കണ്ടെത്തിയ മരങ്ങൾ അത് അക്വേഷ്യ മരത്തിൻ്റെതാണ്. തൻ്റെ ലോറിയിൽ അർജുൻ കൊണ്ടുവന്നിരുന്ന മരമാണ്. കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഫർണിച്ചർ നിർമ്മാണത്തിനൊക്കെയായി തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്ന മരത്തടികളാണ്. ഇന്നലെ കണ്ടെത്തിയ മരത്തടികൾക്ക് സമാനമായിട്ടുള്ള ആ കൂട്ടത്തിൽ തന്നെയുള്ള മരത്തടികളാണ് എന്നുള്ള കാര്യത്തിൽ മനാഫ് ഒരു സ്ഥിരീകരണം നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ഈശ്വർ മാൽപ്പെ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ തന്നെ അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട്. മാത്രമല്ല അവിടെ വലിയൊരു വടം കെട്ടി മുകളിലേക്ക് എന്തോ ഒന്ന് ഉയർത്താനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാരണം എന്തോ ഒരു ഭാരമുള്ളൊരു വസ്തു. നേരത്തെ ഈശ്വർ മാൽപ്പെ അടിവശത്ത് ഈ കാണുന്ന നമ്മുടെ പുഴയോരത്ത് നിന്ന് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തകർന്നു കിടക്കുന്ന രീതിയിലുള്ള ഒരു ഇരുചക്ര വാഹനം കണ്ടു എന്ന് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ വിവരം പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ചിലപ്പോൾ ആ വാഹനമായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കളായിരിക്കാം. എന്തായാലും അവിടെ നിന്ന് ഏകദേശം ഒരു 5 മീറ്ററോളം മാറിയുള്ള പ്രദേശത്ത് നിന്നാണ് ഇപ്പോൾ 2 മരത്തടികൾ കൂടി ഈശ്വർ മാൽപ്പയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വാഹനഭാഗങ്ങളൊന്നും തന്നെ വലിയ തോതിൽ ഇന്നലെ കണ്ടെത്തിയതിന് സമാനമായിട്ടുള്ള രീതിയിലൊന്നും ഇതുവരെ ഈശ്വർ മാൽപ്പയ്ക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ചെറിയ ഒരു മഴ പെയ്തത് പ്രദേശത്ത്
പുഴയ്ക്ക് അടിത്തട്ടിലുള്ള ആ ഒരു കാഴ്ച, ആ ഒരു വിസിബിലിറ്റിക്ക് ചെറിയ പ്രയാസം ഉണ്ടാക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല സമയം ഉച്ചയോടടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ഈശ്വർ മാൽപ്പ ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് കരയിലേക്ക് മാറി നിൽക്കുന്നുണ്ട്. ഇനി കാഴ്ച പരിമിതി ക്ലിയർ ചെയ്തതിന് ശേഷം, ആ ഒരു വിസിബിലിറ്റി വീണ്ടും തിരിച്ചെടുത്തതിന് ശേഷമായിരിക്കും ഇനി വീണ്ടും ഡൈവിനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടത്. ആര്യ. ശരി, അവിടെ എന്തോ ഉയർത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സാരംഗ് പറയുന്നത്. എന്താണെന്ന് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ബിജു, കുടുംബം, ഈ അർജുന്റെ കുടുംബം അവിടെയുണ്ട്. അവർക്ക് ഇന്നലെ നടന്ന പരിശോധനയുമായി ബന്ധപ്പെട്ട്, പരിശോധനയല്ല, ആ പരിശോധന നടന്ന ഇടവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിരുന്നു. അത് അവർ പറയുകയും ചെയ്തിരുന്നു. ഇന്ന് ഈ കുടുംബം ഉന്നയിച്ച, അല്ലെങ്കിൽ ഈ നേവിയൊക്കെ സ്പോട്ട് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്ന ആ ഭാഗത്തേക്ക് എപ്പോൾ പരിശോധന എത്തും? അങ്ങനെ ഉച്ച കഴിഞ്ഞ് ആ ഭാഗത്തേക്ക് ഡ്രഡ്ജർ കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടക്കുന്നത്. ഇപ്പോ ആദ്യത്തെ എഞ്ചിൻ കിട്ടിയ സ്ഥിതിക്ക് അവരൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഇനി അത് കഴിഞ്ഞ് ഏത് തരത്തിലേക്ക് ഒരു ആക്ഷൻ പ്ലാൻ വരണം എന്നത് സംബന്ധിച്ചിട്ടൊരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പം ഈ മനാഫ് പറയുന്നത് ഈ നേവി സ്പോട്ട് ചെയ്ത ആ പ്രദേശത്ത് പരിശോധന നടത്തണം. അവിടെ കയറുകൾ കണ്ടെത്തിയിരുന്നു. അത് അർജുന്റെ ലോറിയിലെ കയറുകളാണെന്നാണ് പറയുന്നത്. അവിടെ 2 പാറക്കെട്ടുകൾ കണ്ടതായിട്ട് രാവിലെ ഡൈവിംഗ് നടത്തിയ ഗുജറാത്തിൽ നിന്നുള്ള ഡൈവർ ഈ മനാഫിനോട് ഇപ്പൊ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ആ വലിയ പാറക്കെട്ടുകൾ നീക്കിയാൽ ലോറി അതിന്റെ അടിയിൽ പെട്ടുപോയിട്ടുണ്ടാകുമെന്നാണ് മനാഫ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് ആ വലിയ പാറക്കെട്ടുകൾ മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യം ഒരാശയക്കുഴപ്പമാണ്. കാരണം ഇത് ഏതാണ്ട് 5 അടി മാത്രം, 5 മീറ്റർ മാത്രം ഇങ്ങനെ താഴ്ത്തി എടുക്കാവുന്ന ഒരു സംഭവമാണുള്ളത്. പക്ഷെ അവിടെ ഒരു 15-20 അടി വെള്ളമുണ്ട്. അപ്പൊ ആ സാഹചര്യത്തിൽ അതെങ്ങനെ പൊക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതൊരു ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ വെള്ളം വേലിയിറക്കം വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളം കുറയുക. ആ സമയത്ത് ഡ്രഡ്ജർ കൊണ്ടുപോയി ആ പാറകൾ നീക്കാനേ സാധിക്കുകയുള്ളൂ. അത് ഈ കാലാവസ്ഥയും സാഹചര്യങ്ങളും അനുസരിച്ച് മാത്രമാണ് അത്തരം ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ആ ഭാഗത്തേക്ക് ഈ വലിയേറ്റ സമയത്ത് മാത്രമായിരിക്കും ഡൈവർമാർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുക. ഇപ്പൊ എന്തായാലും അവരൊരു ലഞ്ച് ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇനി ഈ മുങ്ങൽ വിദഗ്ധൻ അങ്ങോട്ടേക്ക് പോവുക. ഇതുവരെ ഡ്രഡ്ജിങ്ങിൽ കാര്യമായിട്ട് ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. പക്ഷേ മുങ്ങൽ വിദഗ്ധർ മുങ്ങി അടിയിൽ പോയി ഇതിന്റെ എഞ്ചിൻ ഭാഗങ്ങൾ ലൊക്കേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഡ്രഡ്ജറിലെയും JCBയും ക്രെയിനും ഉപയോഗിച്ച് പൊക്കിയെടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ ഒരു നിർണായകമായ വഴിത്തിരിവാണ് ഈ ടാങ്കർ ലോറിയുടെ സംശയിക്കുന്ന ഈ എഞ്ചിൻ കണ്ടെത്തിയത്. എന്തായാലും ഒരു വശത്ത് ഗുജറാത്തിൽ നിന്നുള്ള സംഘവും മറുവശത്ത് ഈശ്വർ മാൽപ്പയും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് അർജുന്റെ ലോറി കണ്ടെത്താൻ. എന്തായാലും ഇപ്പൊ തൽക്കാലത്തേക്ക് അവരൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ശരി, ബിജു പങ്കജും സാരംഗ് സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, അതൊരു ലോറിയുടെ എഞ്ചിൻ പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഡ്രഡ്ജർ കമ്പനിയുടെ പരിശോധനയിൽ. പക്ഷേ അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് മനാഫ് തന്നെ സ്ഥിരീകരിച്ചു. മനാഫിന്റെ വാക്കുകൾ കേൾക്കാം. താങ്കളുടെ അല്ല ഇപ്പൊ കണ്ടത്. ഇത് ടാങ്കർ ലോറി ഉപയോഗിക്കുന്നതാണോ? അത് ടാങ്കർ ലോറിന്റെ. അപ്പൊ അത് തന്നെയാണ്. ഏതായാലും ലോറിന്റെ ടാങ്കർ ലോറി എന്നൊന്നും നമുക്ക് പറയാനില്ല. ലോറിന്റെ അതാണ് അതിന്റെ കറക്റ്റ്. ബെൻസ് അല്ല, താങ്കളുടെ അല്ല. അല്ല.